വാർത്തകൾ തുടരുന്നു. LPG ഗ്യാസ് സിലിണ്ടർ മൂലമുണ്ടാകുന്ന അഗ്നിബാധയുടെ എണ്ണം വർദ്ധിക്കുന്നതായി അഗ്നിരക്ഷാസേന. കഴിഞ്ഞ 3 മാസത്തിനിടെ മുക്കം അഗ്നിരക്ഷാ നിലയത്തിന്റെ പരിധിയിൽ മാത്രം ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട 7ഓളം അഗ്നിബാധയാണ് ഉണ്ടായതെന്ന് അധികൃതർ. LPG സിലിണ്ടർ ഉപയോഗിക്കുമ്പോഴുള്ള അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് അഗ്നിരക്ഷാസേന വിഭാഗം പറയുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് മുക്കം അഗ്നിരക്ഷാ നിലയത്തിന്റെ പരിധിയിൽ മാത്രം LPG ഗ്യാസ് സിലിണ്ടർ മൂലമുള്ള 7ഓളം അഗ്നിബാധകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവയെല്ലാം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോഴുള്ള അശ്രദ്ധ മൂലമാണെന്ന് അഗ്നിരക്ഷാസേന വിഭാഗം വ്യക്തമാക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം അരീക്കോടിനടുത്ത് കുനിയിൽ വീടിനകത്തെ അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം മുതൽ കഴിഞ്ഞ ദിവസം ചാത്തമംഗലം സൗത്ത് അരയങ്ങോട് വീടിന്റെ അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ മൂലമുണ്ടായ അഗ്നിബാധ വരെയുള്ള സംഭവങ്ങളിൽ തലനാരിഴയ്ക്കാണ് മനുഷ്യജീവനുകൾ രക്ഷപ്പെട്ടതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ വലിയ നാശനഷ്ടമാണ് ഇവയിലെല്ലാം സംഭവിച്ചത്. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഗൃഹോപകരണങ്ങൾ കത്തിനശിക്കുകയും ചെയ്തു. അപകടങ്ങൾ ഒഴിവാക്കാനായി സിലിണ്ടർ ഉപയോഗിക്കുന്ന സമയത്ത് സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ ഗഫൂർ ഓർമ്മിപ്പിച്ചു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 മാസത്തിൻ്റെ ഇടയ്ക്ക് 7 LPG അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് മുക്കം ഫയർ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത്. പ്രധാന കാരണം ഒന്ന് ഗ്യാസ് ഉപയോഗിക്കുന്നിടത്തുള്ള ചില അശ്രദ്ധയാണ് അപകടത്തിലേക്ക് നയിക്കുന്നത്. ഒന്ന് പുതിയൊരു സിലിണ്ടർ കണക്ട് ചെയ്യുന്ന സമയത്ത് റെഗുലേറ്റർ പൂർണ്ണമായും ശരിയായ രീതിയിൽ കണക്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തി വേണം നമ്മൾ ഉപയോഗിക്കാൻ. 2 കണക്ട് ചെയ്തതിന് ശേഷവും അതിൽ ഗ്യാസ് ലീക്കില്ല എന്ന് വേണം ഉറപ്പുവരുത്തി വേണം നമ്മുടെ പാചകം ആരംഭിക്കുന്നത്. അതിന് നമുക്ക് സാധാരണ ഉപയോഗിക്കാവുന്നത് അല്പം സോപ്പ് പൊടി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായി പത എടുത്തതിന് ശേഷം പത ഈ റെഗുലേറ്ററിൻ്റെ മേലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ കുമിളകൾ വലുതാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ലീക്ക് ഉണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ റെഗുലേറ്റർ ഊരി വീണ്ടും നന്നായി കണക്ട് ചെയ്ത് വീണ്ടും ഈ പരിശോധന നടത്തി ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം ഇതിൽ കണക്ട് ചെയ്യുന്ന കണക്റ്റിംഗ് ഹോസുകൾ ഏറ്റവും ചുരുങ്ങിയ ഒരു 2 വർഷം കൂടുമ്പോഴെങ്കിലും മാറ്റണം. കൃത്യമായ ISI മാർക്കുള്ള ഹോസുകൾ ഉപയോഗിക്കാം. അതേപോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഗ്യാസ് ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ റെഗുലേറ്റർ വളരെ പെട്ടെന്ന് ഓഫ് ചെയ്യുകയും പിന്നെ സിലിണ്ടർ പറ്റുമെങ്കിൽ വീടിന് പുറത്തേക്ക് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അങ്ങനെ ഗ്യാസ് ലീക്കായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനവും പാടില്ല. കറണ്ട് നിലവിലുള്ള സ്ഥിതി തുടരുക. ഓണാണെങ്കിൽ ഓൺ, ഓഫ് ആണെങ്കിൽ ഓഫ് എന്നുള്ള പൊസിഷനിലാണ് നിലനിർത്തേണ്ടത്. മറ്റൊന്ന്, അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ പറ്റുമെങ്കിൽ സിലിണ്ടർ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് ഫയർ സർവീസിനെ വിവരം അറിയിക്കുകയാണ് വേണ്ടത്. കൂടാതെ LPG ഗ്യാസ് കണക്ഷൻ എടുക്കുമ്പോൾ അംഗീകൃത ഗ്യാസ് ഏജൻസികളിൽ നിന്നുമാണ് എടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്നും അനധികൃതമായി വിൽപ്പന നടത്തുന്ന ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് യാതൊരു ഇൻഷുറൻസ് പരിരക്ഷയുമില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമ്മൾ ആസ് എ കസ്റ്റമർ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ കൃത്യമായി നമുക്ക് ഗ്യാസ് കണക്ഷൻ LPGയുടെ കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കുക. അത് നമ്മൾ അംഗീകൃത ഏജൻസികളിൽ നിന്ന് മാത്രം ഗ്യാസ് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അന്തരീക്ഷ താപനില ഉയർന്ന ഈ സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളേറെ ജാഗ്രത പുലർത്തണമെന്നും അഗ്നിരക്ഷാസേനാ വിഭാഗം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മുക്കം.